ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചരണത്തിന് കൊടിയിറങ്ങി. കൊട്ടിക്കലാശം നേതാക്കളും പ്രവർത്തകരും ആവേശഭരിതമാക്കി. പോലീസിന്റെ കർശന നിയന്ത്രണത്തിലായിരുന്ന കലാശക്കൊട്ട് സമാധാനപരമായിരുന്നു. 3 മുന്നണികളുടെയും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കോതമംഗലം ടൗണിലായിരുന്നു നിയോജക മണ്ഡലം തല കൊട്ടിക്കലാശം. കോതമംഗലത്ത് കൊട്ടിക്കലാശം സമാധാനപരമായിരുന്നു. സംഘർഷമില്ലാതാക്കാൻ പോലീസ് ജാഗ്രത പുലർത്തിയിരുന്നു. 3 മുന്നണികൾക്കും പ്രത്യേക ഭാഗങ്ങൾ നിശ്ചയിച്ചു നൽകിയിരുന്നു. LDFന്റെയും UDFന്റെയും പ്രകടനം നേർക്കുനേർ വന്നെങ്കിലും സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കടന്നുപോയി. ോടെ മൈക്കുകൾ ഓഫാക്കി. പ്രവർത്തകർ ശാന്തരായി. കൊടിയും മറ്റു സാമഗ്രികളുമെല്ലാമായി എല്ലാവരും പിരിഞ്ഞു. ഇനി നിശബ്ദ പ്രചരണത്തിനുള്ള സമയമാണ്. പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള നേതാക്കളും പ്രവർത്തകരും മണ്ഡലത്തിൽ തങ്ങാൻ പാടില്ല. പണം കൈമാറ്റം, സൗജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ, മദ്യവിതരണം എന്നിവയെല്ലാം നിയമലംഘനങ്ങളിൽ പെടും. മണ്ഡലത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രകൾ പോലീസിന്റെയും മറ്റു സുരക്ഷാ വിഭാഗങ്ങളുടെയും കർശന നിരീക്ഷണത്തിലായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ അനുകൂലമാക്കാനുള്ള നെട്ടോട്ടത്തിലാകും നേതാക്കൾ. എതിർ മുന്നണികളിൽ നിന്നും നിഷ്പക്ഷ വോട്ടർമാരിൽ നിന്നും അനുകൂലമായ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കാനുള്ള തന്ത്രങ്ങളും നേതാക്കൾ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ജയമുറപ്പിക്കാൻ വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ വിശ്രമമില്ലാത്ത പ്രവർത്തനം അനിവാര്യമാണെന്ന തിരിച്ചറിവും നേതാക്കൾക്കുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.